ഡിംബൂച്ചേന്ന് പിന്നെ പിറ്റേ ദിവസം നമ്മള് തുക്ലാലോയ്ക്ക് തുക്ല വഴി അതെ തുക്ലായിലായിരുന്നു ലഞ്ച് ബ്രേക്ക്. ആ വഴി നമ്മൾ പിന്നെ എങ്ങോട്ടാ അപ്പൊ പോയത്? തുക്ലാലോട്ട് കൂടുതല് മേളില് പോയിട്ട് ഒത്തിരി അത് കഴിഞ്ഞിട്ട് താഴോട്ട് പോകുന്ന റൂട്ടാണ്. ഇപ്പൊ താഴോട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഈസി അല്ല, മുട്ടിന് നല്ല സ്ട്രെയിൻ ആകും. പക്ഷെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആ പോകുന്ന വഴിക്ക് കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്, അവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് മലകളായിരുന്നു. അതെ, പക്ഷെ അവിടെ തൊട്ടാണ് ഞാൻ എന്റെ ഹൈക്കിംഗ് സ്റ്റിക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. എന്നുവെച്ചാല് ഈ എന്നാ കല്ലുകളും മണ്ണും ഒക്കെ ഒത്തിരി മിക്സ് ആയിട്ടുള്ള ഒരു വഴി, അപ്പൊ തെന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഹൈക്കിംഗ് സ്റ്റിക്സ് അവിടെ എനിക്ക് അത്യാവശ്യമായിട്ട് വന്നു. അത് കണ്ടു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ഈസി റോഡ് പോലെ തോന്നും, പക്ഷെ എനിക്ക് ആക്ച്വലി നല്ല പാടായിരുന്നു. എനിക്കിന്ന് ബ്രീത്ത് കെട്ടി നടക്കാണ്. ഞാൻ ഓരോ 2-3 സ്റ്റെപ്പ് കഴിയുമ്പോൾ മാക്സിമം സ്റ്റോപ്പ് ചെയ്യും കുറെ നേരത്തേക്ക്. അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം കുടിച്ച് അങ്ങനെയായിരുന്നു. എനിക്ക് നല്ല ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞാനും കൂടുതലും വെള്ളം കുടിച്ചു. പിന്നെ ലഞ്ച് ബ്രേക്കിന്റെ അടുത്ത് സത്യമായിട്ട് ഞാൻ ടയർഡായിരുന്നു. അന്ന് ഞാൻ കൂടുതൽ നേരം ലഞ്ച് ബ്രേക്ക് എടുക്കുകയും ചെയ്തു. ഈ ടുക്കളയ്ക്ക് പോകുന്ന വഴിക്ക് ആക്ച്വലി നമ്മൾ ഉരുണ്ടിരിക്കുന്ന കല്ലുകളുടെ ഇടയിൽ കൂടെ ഒക്കെ വേണമെങ്കിൽ ടുക്കളയിലേക്ക് അടുക്കാറാവും. ടുക്കള അടുക്കുമ്പോൾ ആക്ച്വലി ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് നല്ല ഉരുണ്ടിരിക്കുന്ന കല്ലുകൾ. നമ്മൾ വീഴാനൊക്കെ നല്ല ചാൻസ് ഉള്ളതാണ്. ഇച്ചിരി ഡേഞ്ചറസ് പാത്താണ് ആ ഭാഗമൊക്കെ, അല്ലെ? ആണെന്ന് തോന്നുന്നു. എനിക്കോ കുറെ കാര്യങ്ങൾ വിട്ടുപോയി. ആ സമയത്ത് നമ്മൾ ബ്രെയിൻ ഫോഗ് ആണ്. ശരിയാ, ബ്രെയിൻ ഫോഗ് ആവും ആ സമയത്ത്. പക്ഷെ ഞങ്ങളൊരു ഫോട്ടോ ഇതും കൂടെ ഞങ്ങൾ ഇടുന്നുണ്ട്, അപ്പൊ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. യാ, അപ്പം തുക്ല കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് തുക്ല വെച്ച് നമ്മൾ മീറ്റ് ചെയ്തായിരുന്നു. ഇല്ല നല്ല കുത്തനെ കയറ്റായിരുന്നു. എങ്ങോട്ടാണ്? ലൊബൂച്ചയിലേക്ക്. അവിടെ നിന്ന് 3 കിലോമീറ്റർ ഉള്ളു. തുക്ല ടു ലൊബൂച്ച 3 കിലോമീറ്റർ ഉള്ളു. പക്ഷേ അതെ. തെങ്ബൂച്ച ടു ഡിംബൂച്ച ആയിരുന്നു എന്ന് തോന്നുന്നു. അല്ല, അന്നായിരുന്നു നമ്മൾ ലഞ്ച് ബ്രേക്കിന് മീറ്റ് ചെയ്തത്. വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് ഒരു ജലദോഷ ഫീലിംഗും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ലഞ്ച് ചെയ്തെടുത്ത് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ അവിടെ വന്ന് ഒരു നാപ്പ് എടുത്തു. എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാം പിന്നെ ഞാൻ പയ്യെ പിന്നെ നടന്നു വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നോ റഷ്, പയ്യെ മേളിലോട്ട് എങ്ങോട്ട് പോയി? ലൊബൂച്ച എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നെത്തി. അതെ, മെമ്മോറിയൽ. അതായത് ആവലാഞ്ചിലൊക്കെ മരിച്ചവരുണ്ട്, അല്ലെ? ഒത്തിരി പേരുടെ മെമ്മോറിയൽസ് അവിടെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒരിടയ്ക്ക് ഒരു ചെറിയൊരു വിഷമം നല്ല പോലെ തോന്നും. കാരണം നമ്മുടെ പ്രായത്തിലുള്ളവരും നമ്മളെക്കാളും ഇളയവരും ഒക്കെ മിക്കവരും ഒത്തിരി അങ്ങനെ അത്. അപ്പൊ ഈവൻ നമ്മുടെ ലൈഫ് വരെ ഇറ്റ്സ് എ ബിറ്റ് ഓൺ റിസ്ക് എന്ന് നമുക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് ഒരു എർത്ത് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ചെറിയ ഒന്നും നമ്മൾ ചിന്തിക്കും. കാരണം ഈ ഫോട്ടോ എപ്പോഴേലും ലാൻഡ് സ്ലൈഡ് വരാവുന്ന ഏരിയ ആണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ, നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാല് നല്ല ഡേഞ്ചറസ് സ്പോട്ട് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അവിടുന്ന് നടന്ന് ലൊബൂച്ചയിലെത്തി. അന്ന് ഞാൻ എനിക്ക് നല്ലതായിട്ട് ഞാൻ മടുത്തു. ഏറ്റവും അവസാനം ഞാൻ അവിടെ എത്തുമ്പോ തന്നെ ഓൾറെഡി എത്തുമ്പോ തന്നെ ഞാൻ 3 മണിയായി. അപ്പം ഇനിയുള്ള എല്ലാം കയറ്റാണ്. അപ്പൊ എന്റെ ഗൈഡ് തന്നെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ 12 മണി ആയപ്പോലും അല്ല നല്ല ലേറ്റാവും, അങ്ങനെ നമ്മൾ എത്തിയാലെന്ന് പറഞ്ഞു. അപ്പം ഭാഗ്യത്തിന് അന്ന് അവിടെ ആക്ച്വലി ഒറ്റ ഹോഴ്സ്, സോറി ബട്ട് കുഞ്ഞു ഹോഴ്സ് അവിടെ അന്ന് ഞാൻ റെന്റ് എടുത്തു. ആക്ച്വലി $100 കൊടുത്തു 3 കിലോമീറ്റർ യാത്ര ചെയ്യാൻ. 3 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ ഹോഴ്സിനെ റെന്റ് എടുത്തു. എന്നിട്ട് നല്ല കുത്തനെ കേട്ടാണ്. എനിക്ക് തന്നെ പേടിയായിരുന്നു, പക്ഷെ കുതിര എന്നെ കളിച്ചു.
No, 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 no. അത് നമുക്ക് സ്കേറിയാ. Yeah. പക്ഷെ അങ്ങനെ അവൾ അവിടെ എത്തി. പിന്നെ ഒരുമിച്ച് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എത്തായിരുന്നു. 5-5:30 അല്ലേ 5:30 ഒക്കെ ആയപ്പോ കഴിഞ്ഞു. നല്ല തണുപ്പായിരുന്നു അവിടെ എത്തിയപ്പോൾ. നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. നല്ല ത്രൂഔട്ട് രാവിലെ തൊട്ടേ ആക്ച്വലി ഞങ്ങളുടെ ഹൈറ്റില് ഇടയ്ക്കിടയ്ക്ക് ഐസ് അല്ലെ. എന്നാലും ഇവിടെ ഇപ്പൊ ക്ലൈമറ്റ് മാറി. ഇപ്പൊ നല്ല ചൂടായിരുന്നു ഇത്ര. ഇപ്പൊ നല്ല മഴ വരാൻ ചേഞ്ച് വന്നു. എന്നാണേലും പക്ഷെ ത്രൂ ഔട്ട് രാവിലെ തൊട്ട് നമുക്ക് വരെ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി ഐസ് പെയ്യുന്നുണ്ടായിരുന്നു. അതെ ശരിയാ. സ്നോഫോൾ അവിടെ തുടങ്ങിയായിരുന്നു. അപ്പം പിന്നെ എന്റെ ഗ്ലവ്സും നമ്മുടെ ചെറുപ്പിൽ വെക്കുന്ന തൊപ്പിയും എല്ലാം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത്.